चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौर भक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वासुदेवाय नामश्रेष्ठं मनुमपि शचिपुत्रमत्र स्वरूपं रूपं तस्याग्रजमुरुपुरीं माथुरीं गोष्ठवतीं राधाकुण्डं गिरिवरमहो राधिका माधवसां प्राप्तो यस्य प्रथितकृपया श्रीगुरुं तं नतोऽस्मि। ഇന്ന് നമ്മൾ കാണുന്നത് മധ്യലീലയിലെ 5-ാമത്തെ അധ്യായമാണ്. മധ്യലീലയിലെ 5-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് ഉള്ളത്. ഇത് ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിലേക്കുള്ള യാത്ര, ആ യാത്രാമധ്യേ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് നമ്മൾ 4-ാമത്തെ അധ്യായത്തിലും കണ്ടത്. അപ്പോൾ ഈ 5-ാമത്തെ അധ്യായത്തിലും നമ്മൾ ആ യാത്രയുടെ തുടർച്ചയെക്കുറിച്ചിട്ടാണ് കാണുന്നത്. അതിൽ 5-ാമത്തെ അധ്യായത്തിൽ പ്രധാനമായിട്ടും സാക്ഷി ഗോപാല ഭഗവാന്റെ ലീലയെക്കുറിച്ചിട്ടുള്ള വർണ്ണനയാണ്. എപ്രകാരം മഹാപ്രഭു സാക്ഷി ഗോപാല ക്ഷേത്രം സന്ദർശിക്കുന്നുവെന്നും അവിടെ വച്ച് നിത്യാനന്ദ പ്രഭുവിൽ നിന്നും അവിടുന്ന് സാക്ഷി ഗോപാല ലീലയെക്കുറിച്ചിട്ട് ശ്രവിക്കുന്നതും, പിന്നീട് അധ്യായത്തിൻ്റെ അവസാനത്തിൽ മഹാപ്രഭുവിൻ്റെ ദണ്ഡഭംഗ ലീല, അതായത് എപ്രകാരം നിത്യാനന്ദ പ്രഭു ചൈതന്യ മഹാപ്രഭുവിൻ്റെ സന്യാസദണ്ഡം ഉടച്ച് കളഞ്ഞു എന്നുള്ളതിനെയും കുറിച്ചിട്ടാണ്. ഈ 2 കാര്യങ്ങളാണ്, ഈ 2 സംഭവങ്ങളാണ് പ്രധാനമായിട്ടും 5-ാമത്തെ അധ്യായത്തിലെ 160-ൽ പരം ശ്ലോകങ്ങളിലൂടെ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി വർണ്ണിക്കുന്നത്. അപ്പോൾ ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ഭഗവാനെ വന്ദിച്ചുകൊണ്ടാണ്. പാദ്ഭ്യാം ചലന്യ പ്രതിമാസ്വരൂപോ ബ്രഹ്മണ്യദേവോ ഹി ശതാഹഗമ്യം ദേശം യയോ വിപ്രകൃതേ അദ്ഭുതേഹം തം സാക്ഷി ഗോപാലം അഹം നതോസ്മി. അതായത് അഹം നതോസ്മി, ഞാൻ ആ ഭഗവാനെ നമിക്കുകയാണ്. ആരാണ്? ബ്രാഹ്മണ്യദേവ, പരമപുരുഷനായ ഭഗവാൻ എപ്രകാരം സാക്ഷി ഗോപാലനായി ഒരു ബ്രാഹ്മണന് വേണ്ടിയിട്ട് അദ്ദേഹം 100 ദിവസങ്ങളിൽ കൂടുതൽ നടന്ന് പോയി. അത് തികച്ചും അത്ഭുതകരമാണ്. ആ ഭഗവാനെ ഞാൻ വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവിടെ നിന്ന് തുടങ്ങുന്നത്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, വിഗ്രഹാരാധനയിൽ ഒരു വിഗ്രഹം നടന്നു എന്ന് പറയുമ്പോൾ അത് എത്ര അത്ഭുതകരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അത് നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. മാത്രമല്ല, ഭഗവാന്റെ ഏറ്റവും നമ്മൾ പറയുന്നുണ്ട്, ഭഗവാന്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാന്റെ അനേകം അവതാരങ്ങളിൽ നമ്മൾ ഭഗവാന്റെ കാരുണ്യം കാണുന്നു എന്ന് പറയുന്നു. ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ കാരുണ്യം ഭഗവാൻ പ്രകടിപ്പിക്കുന്നത് തൻ്റെ അർച്ചാവതാരത്തിലൂടെയാണ്. അതായത് തൻ്റെ അർച്ച വിഗ്രഹ രൂപത്തിലൂടെയാണ്. ഈ അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടും പലയിടങ്ങളിലായിട്ട് പറയാം. അപ്പോൾ ഇവർ ചൈതന്യ മഹാപ്രഭു യാജപുര എന്ന ഒരു ഗ്രാമത്തിലേക്ക് വന്നെത്തുകയാണ്. അവിടെ ഒരു വരാഹദേവ ക്ഷേത്രമുണ്ട്. ചൈതന്യ മഹാപ്രഭു ആ ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശിച്ച ശേഷം അവിടെ ഇരുന്ന് ജപിക്കുകയും
സങ്കീർത്തനം ചെയ്യുകയും ഒരു ദിവസം അവിടെ കഴിച്ചു കൂട്ടുകയും ചെയ്തു. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു അവിടെ നിന്ന് യാത്ര ചെയ്ത് കട്ടക്ക് എന്ന സ്ഥലത്ത് വന്നെത്തിച്ചേരുന്നു. അവിടെയാണ് അദ്ദേഹം ആ സാക്ഷി ഗോപാല ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. അവിടെ ആ ഗോപാല ഭഗവാന്റെ സൗന്ദര്യം കണ്ട് മഹാപ്രഭു വളരെ വളരെ ആകൃഷ്ടനായി, അദ്ദേഹം വളരെ സന്തുഷ്ടനായി സാക്ഷി ഗോപാലൻ്റെ വിഗ്രഹം കണ്ടുകൊണ്ട് അദ്ദേഹം ഭഗവാന്റെ മുന്നിൽ ധാരാളം സമയം നാമജപവും കീർത്തനവും നടത്തി നൃത്തം വയ്ക്കുകയും ചെയ്തു. അവിടെ അദ്ദേഹം ഭഗവാനെ സ്തുതിക്കുകയും ചെയ്തു. അവിടെ വച്ചിട്ടാണ് ആ ദിവസം അവർ അവിടെ തങ്ങുകയും അന്നത്തെ ദിവസം വൈകിട്ടാണ് നിത്യാനന്ദ പ്രഭു ഈ ചരിത്രം ചൈതന്യ മഹാപ്രഭുവിനും അവരോടൊപ്പം അനുഗമിച്ചിരുന്ന മറ്റുള്ളവർക്കും ആ ചരിത്രം പറഞ്ഞു കൊടുക്കുന്നത് നിത്യാനന്ദ പ്രഭുവാണ്. കാരണം നിത്യാനന്ദ പ്രഭു ഇതിനു മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്രാസമയത്ത് സാക്ഷി ഗോപാല ക്ഷേത്രം സന്ദർശിക്കുകയും അവിടെ വച്ച് ഈ സാക്ഷി ഗോപാൽ ഭഗവാന്റെ ചരിത്രം ശ്രവിക്കുകയും ചെയ്തിട്ടുണ്ട്. സാക്ഷി ഗോപാല ഭഗവാന്റെ ചരിത്രം ഒരുപക്ഷെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കാം. പക്ഷേ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമിയുടെ വർണ്ണന വളരെ വളരെ ആസ്വാദ്യകരമാണ്. വളരെ അതീന്ദ്രിയമായ വർണ്ണനയാണ് ഇവിടെ കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി നടത്തിയിരിക്കുന്നത്. അതായത് വളരെ വിവരിച്ച് ആണ് അദ്ദേഹം ഈ ലീലയെക്കുറിച്ചിട്ട് പറയുന്നത്. വിദ്യാനഗരം എന്ന് പറയുന്ന ഒരു ദക്ഷിണേന്ത്യൻ പട്ടണത്തിൽ നിന്ന് 2 ബ്രാഹ്മണർ ഒരിക്കൽ ഒരു നീണ്ട തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ടു. അവർ ഗയ, കാശി, പ്രയാഗ്, മഥുര എന്നിവ എല്ലാം ദർശിച്ച ശേഷം അവസാനം അവർ വൃന്ദാവനത്തിലേക്ക് വന്ന് എത്തുകയാണ്. അവിടെയുള്ള 12 കാനനങ്ങളിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. യമുനയുടെ തീരത്ത്, യമുനയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ഭദ്രവനം, ബിൽവവനം, ലോഹവനം, ഭാണ്ഡീരവനം, മഹാവനം എന്നിങ്ങനെ 5 വനങ്ങളും യമുനയുടെ പടിഞ്ഞാറേ കരയിലാണ് മധുവനം, താളവനം, കുമുദവനം, ബഹുലവനം, കാമ്യവനം, ഖദീരവനം, വൃന്ദാവനം എന്നിങ്ങനെയുള്ള വനങ്ങളും ഉള്ളത്. അപ്പോൾ ഈ 12 കാനനങ്ങൾ സന്ദർശിക്കുകയും അതിനുശേഷം അവർ ഗോവർദ്ധന പർവ്വതത്തെ വലം വയ്ക്കുകയും അവിടെ ഗോപാല ക്ഷേത്രത്തിൽ വന്ന് എത്തുകയും ചെയ്തു. അതിനുശേഷം അവർ കാലിയഘാട്ടിലും കേശിഘാട്ടിലും അവർ സ്നാനം ചെയ്തു. വീണ്ടും വീണ്ടും ഗോപാല ഭഗവാന്റെ ദർശനം അവർക്ക് കാണുമാറായി. അവിടെ ഒരു 3-4 ദിവസം ഇവർ 2 പേരും താമസിച്ചു. ഈ ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ ഒരു ദരിദ്രനായിരുന്നു. അയാൾ ആണ് ഈ ധനികനായ പ്രായമേറിയ ബ്രാഹ്മണനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ബ്രാഹ്മണന് സേവനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഈ ബ്രാഹ്മണൻ്റെ കൂടെ വന്നതാണ് ഈ യുവാവായ പക്ഷേ ദരിദ്രനായ ബ്രാഹ്മണൻ. അപ്പോൾ ഇവരുടെ തീർത്ഥാടനത്തിൻ്റെ ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയിരിക്കുന്നു. അപ്പോൾ പ്രായം ചെന്ന ആ ബ്രാഹ്മണൻ തൻ്റെ നന്ദി അറിയിക്കുവാൻ വേണ്ടിയിട്ട് ഈ യുവാവിനോട് പറയുകയാണ്, നിങ്ങൾ എന്നെ വളരെ നല്ല രീതിയിൽ സേവിച്ചിരിക്കുന്നു. എൻ്റെ സ്വന്തം മകൻ പോലും ഇപ്രകാരം എന്നെ സേവിച്ചിട്ടില്ല. മാത്രമല്ല നിങ്ങളെന്നെ വളരെ നല്ല രീതിയിൽ നോക്കിയതുകൊണ്ട് എനിക്ക് ഇത്രയും പ്രായമായിട്ടും ഇത്രയും യാത്ര ചെയ്തിട്ടും എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. ഇതെല്ലാം നിങ്ങൾ എന്നെ ഇത്രയും നല്ല രീതിയിൽ സേവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ ആദരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു തെറ്റായി പോകും. അതുകൊണ്ട് ഞാൻ എൻ്റെ പുത്രിയെ, ഏറ്റവും ഇളയ പുത്രിയെ നിങ്ങൾക്ക് ദാനമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് ആ ബ്രാഹ്മണൻ പറയുന്നു. അപ്പോൾ ഈ യുവാവായ ബ്രാഹ്മണൻ ഉടനെ പറയും, അത് വേണ്ട അങ്ങുന്നേ, കാരണം താങ്കൾ വലിയ ആഢ്യ കുടുംബത്തിൽപ്പെട്ട ബ്രാഹ്മണനാണ്. ഞാനാകട്ടെ എൻ്റെ കുടുംബം അല്ലെങ്കിൽ തറവാട്ട് മഹിമയൊന്നും എനിക്കില്ല. മാത്രമല്ല ഞാൻ പണ്ഡിതനായ ബ്രാഹ്മണനുമല്ല, ഞാൻ പണക്കാരനായ ബ്രാഹ്മണനുമല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങയുടെ മകൾക്ക് ഒരു അനുയോജ്യനായ വരനായിരിക്കുകയില്ല. മാത്രമല്ല ഞാൻ അങ്ങയെ ഇതിൻ്റെ കൂടെ വന്ന് അങ്ങയെ സേവിക്കുക എന്ന് പറയുന്നത് ഒരു ബ്രാഹ്മണന് സേവ ചെയ്യുക എന്നുള്ള ഉദ്ദേശവും ബ്രാഹ്മണനെ സേവിക്കുന്നതിലൂടെ
കൃഷ്ണനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം എന്ന് ആ ബ്രാഹ്മണൻ പറയുകയാണ്. കന്യദാന പാത്ര അമി നാഹി ഹായ് തുമാര കൃഷ്ണപ്രീതിയെ കരി തുമാര സേവാ വ്യവഹാര ബ്രാഹ്മണ സേവായ കൃഷ്ണേർ പ്രീതി ബഡാഹയ താൻഹാര സന്തോഷേ ഭക്തി സമ്പദ് ബഡായ. ഇത് വളരെ നല്ല ഒരു ബ്രാഹ്മണൻ്റെ ലക്ഷണമാണ് എന്ന് ആചാര്യന്മാർ പറയുന്നു. ശ്രീല പ്രഭുപാദരും ഈ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട്. അതായത് ഇതൊരു വളരെ നല്ല സ്വഭാവമാണ്. എന്തുകൊണ്ടെന്നാൽ ഈ ബ്രാഹ്മണൻ മറ്റൊന്നും ആഗ്രഹിച്ചുകൊണ്ടല്ല ഈ പ്രായം ചെന്ന ബ്രാഹ്മണനെ ആദരിച്ചത്, അല്ലെങ്കിൽ അയാൾക്ക് ഇത്രയധികം സേവനം ചെയ്തത്. ബ്രാഹ്മണ സേവായ കൃഷ്ണേർ പ്രീതി ബഡാഹയ, അതായത് കൃഷ്ണന് വളരെയധികം പ്രീതി ഉണ്ടാകും, അതിനു വേണ്ടിയിട്ടാണ്. അതിലൂടെ എൻ്റെ ഭക്തി സമ്പത്ത് ബാടായ, അതായത് എൻ്റെ ഭക്തിയാകുന്ന സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അതുകൊണ്ട് താങ്കളുടെ അടുത്തുനിന്നും ഞാൻ മറ്റൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഈ ബ്രാഹ്മണൻ എടുത്ത് പറയുകയാണ്. അതായത് ഈ ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രത്യേകിച്ച് പറയുന്ന 4 വിധത്തിലുള്ള ഐശ്വര്യങ്ങൾ, അതായത് നല്ല ആഢ്യ കുടുംബത്തിലെ ജനനം, വലിയ വിദ്യാഭ്യാസം, ഉന്നതമായ വിദ്യാഭ്യാസം, സൗന്ദര്യം, ധനം, ഈ 4 നമ്മൾ മുൻ ജന്മത്തിൽ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നമുക്ക് ലഭിക്കുന്ന 4 ഐശ്വര്യങ്ങളാണ്. 1 ആഢ്യ കുടുംബത്തിലെ ജനനം, 2 ഉന്നതമായ വിദ്യാഭ്യാസം, 3 ശരീര സൗകുമാര്യം അഥവാ സൗന്ദര്യം, 4 ധനം. ഇത് 4ഉം കിട്ടുന്നത് നമ്മൾ മുൻജന്മത്തിൽ എന്തെങ്കിലും പുണ്യകർമ്മങ്ങൾ ചെയ്തിരിക്കുന്നത് കൊണ്ടിട്ടാണ്. അപ്പോൾ അപ്രകാരമുള്ള ഒരു കുടുംബം തീർച്ചയായും ഇതൊന്നുമില്ലാത്ത മറ്റൊരു കുടുംബത്തിലെ ഒരാളുമായിട്ട് ഒരു ബന്ധത്തിൽ പ്രവേശിക്കാൻ അവർക്ക് താല്പര്യം കാണില്ല. അതിനിപ്പോൾ ബ്രാഹ്മണനും തമ്മിലാണെങ്കിലും വേണ്ടില്ല. പക്ഷേ ഇവിടെ ഈ 2 ബ്രാഹ്മണരും യഥാർത്ഥത്തിൽ അന്യോന്യം വൈഷ്ണവരായിട്ടാണ് പെരുമാറിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പ്രായമായ ബ്രാഹ്മണനും പറയുന്നത്, ഞാൻ തരാം, എൻ്റെ കന്യകയെ നിനക്ക് ദാനമായി തരാമെന്ന്. കാരണം ഒന്നും പ്രതീക്ഷിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് വൈഷ്ണവരെന്ന് നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്. കർമ്മകാണ്ഡ ജ്ഞാനകാണ്ഡ കേവല വിഷേരഭാണ്ഡ, നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നതാണ്. അതായത് കർമ്മകാണ്ഡീയമായിട്ട് ചെയ്യുന്നത് ജ്ഞാനകാണ്ഡീയമായിട്ട് ചെയ്യുന്നതെല്ലാം വിഷേരഭാണ്ഡ, വിഷത്തിൻ്റെ ഭാണ്ഡങ്ങളാണ് ഇവയെല്ലാം എന്ന് നരോത്തം ദാസ് ഠാക്കൂർ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും വൈഷ്ണവ സ്വഭാവത്തിലൂടെയാണ് ഇവർ അന്യോന്യം പെരുമാറുന്നത്. അങ്ങനെ ബ്രാഹ്മണൻ പറയും, എന്നെ സംശയിക്കേണ്ട, തീർച്ചയായിട്ടും എൻ്റെ പുത്രിയെ നിങ്ങൾക്ക് നൽകണമെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ വീണ്ടും ഈ ബ്രാഹ്മണൻ പറയുകയാണ്, അങ്ങ് നാട്ടിൽ പോയാൽ വീട്ടിലുള്ളവരോടും ബന്ധുക്കളോടുമെല്ലാം ചർച്ച ചെയ്യാതെ അങ്ങേക്ക് ഈ ഒരു തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല. എന്നിട്ട് ഒരു ഉദാഹരണം കൂടെ പറയും. ഭീഷ്മക മഹാരാജാവിന് രുക്മിണിയെ കൃഷ്ണന് വിവാഹം ചെയ്ത് കൊടുക്കണമെന്ന് താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ രുക്മി സമ്മതിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് നടത്താൻ കഴിയാതെ പോയില്ലേ. അപ്പോൾ ഈ ബ്രാഹ്മണൻ പറയും, ഞാൻ ഭീഷ്മകനെ പോലെയല്ല, എൻ്റെ പുത്രി എൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് എന്നെ ആർക്കും ഇതിൽ പിടിച്ചു നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് എന്നെ സംശയിക്കുകയേ വേണ്ട എന്ന് വീണ്ടും പറയുകയാണ്. അപ്പോൾ ഈ യുവാവായ ബ്രാഹ്മണൻ പറയും, അങ്ങനെയാണെങ്കിൽ അങ്ങ് ഗോപാല വിഗ്രഹത്തിൻ്റെ മുന്നിൽ വച്ച് എനിക്ക് വാക്ക് തരണം, അല്ലേ? അങ്ങനെ പറയും. അതായത് ഇവിടെ ഗോപാല വിഗ്രഹത്തെ സാക്ഷി നിർത്തണം എന്ന് ഈ ബ്രാഹ്മണൻ പറയുകയാണ്. അപ്പോൾ ആ പ്രായം ചെന്ന ബ്രാഹ്മണനും പറയുന്നു, തീർച്ചയായിട്ടും അതിനെന്താണ്, ഒരു കുഴപ്പവുമില്ല. ഇവർ 2 പേരും ഗോപാല വിഗ്രഹത്തിന് ഭഗവാന്റെ മുന്നിൽ പോയി നിൽക്കുന്നു. എന്നിട്ട് പ്രായം ചെന്ന ബ്രാഹ്മണൻ പറയുകയാണ്, അല്ലയോ ഭഗവാനെ, ദയവായി അങ്ങേ സാക്ഷിയായി നിന്നാലും ഞാൻ എൻ്റെ പുത്രിയെ ഈ യുവാവിന് കന്യാകാദാനം ചെയ്തു നൽകാൻ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇതിനെ വാഗ്ദത്തം എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ സനാതനധർമ്മത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. അതായത് നമ്മൾ ഒരു വാക്ക് കൊടുത്താൽ പിന്നെ അത് മാറ്റരുത് എന്നാണ്. അങ്ങനെയാണ് ആ വാഗ്ദത്തമാണ് നമ്മൾ നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെല്ലാം കണ്ടുവരുന്നത്. എപ്രകാരം
ദശരഥൻ ഒരു വാക്ക് നൽകിയത് കൊണ്ടിട്ട് ശ്രീരാമചന്ദ്രനെ അയക്കേണ്ടി വന്നു. എപ്രകാരം വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് ഓരോ രാജാക്കന്മാർ ഓരോന്ന് ചെയ്തത്, ഇപ്രകാരമെല്ലാമുള്ള അനേകം ഉദാഹരണങ്ങൾ നമുക്ക് നമ്മുടെ ഇതിഹാസ പുരാണങ്ങളിലെല്ലാം കാണുവാൻ കഴിയും. അപ്പോൾ ഇത് വാഗ്ദത്തം എന്ന് പറയുന്നത് ഇവിടെ ഇത് ഒരു ഉടമ്പടിയാണ്. അതായത് വാക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പിന്മാറുക എന്ന് പറയുന്നത് ഇല്ല, ഒരു പിന്മാറ്റം അതിൽ നിന്നില്ല. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രായം ചെന്ന ബ്രാഹ്മണൻ ഇതിന് സമ്മതിക്കുന്നത്. അപ്പോൾ പ്രഭുപാദർ പറയുന്നുണ്ട്, ഈ ഭഗവാൻ എന്തിനാണ് ഇതിനു വേണ്ടി സാക്ഷി നിൽക്കാൻ തയ്യാറായതെന്ന് ചോദിച്ചാൽ, ഭഗവാൻ നോക്കിയപ്പോൾ ഈ ചെറുപ്പക്കാരനായ ബ്രാഹ്മണൻ ഭഗവത് പ്രീതിക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ഭഗവാന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണത്രേ ഗോപാൽ സാക്ഷി ഗോപാലായത്. മനസ്സിലായില്ലേ? അദ്ദേഹം ഇതിനു മുൻപ് ഗോപാൽ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോഴാണ് പിൽക്കാലത്താണ് അദ്ദേഹം സാക്ഷി ഗോപാൽ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുന്നത്. അപ്പോൾ ഈ യുവാവും ഭഗവാന്റെ മുന്നിൽ പറയുന്നു, ഠാക്കൂർ തുമി മോര സാക്ഷി തൊമാ സാക്ഷി ബൊലായിമു യഥി അന്യഥ ദേഖി. അതായത് ഈ യുവാവ് ഭഗവാന്റെ മുന്നിൽ പറയുകയാണ്, ഠാക്കൂർ തുമി മോര സാക്ഷി, ഹേ ഭഗവാനെ അങ്ങാണ് എൻ്റെ സാക്ഷി. തുമാ സാക്ഷി ബോലായിമു യതി അന്യഥ ദേഖി. അതായത് ഇതിൽ എന്തെങ്കിലും ഒരു വ്യത്യാസമുണ്ടായാൽ, അന്യഥ വേറെ എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ, തൊമാ സാക്ഷി ബോലായിമു, അതായത് സാക്ഷി പറയാൻ അങ്ങേ ഞാൻ വിളിക്കും എന്നും കൂടെ ഈ ബ്രാഹ്മണൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു നിർത്തി. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ മടങ്ങി പോവുകയാണ്. അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയിലും ഈ പ്രായം ചെന്ന ബ്രാഹ്മണന് വേണ്ടുന്ന എല്ലാ സേവനങ്ങളും ഈ യുവാവായ ബ്രാഹ്മണൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിദ്യാനഗരത്തിലേക്ക് ഇവർ മടങ്ങി വരുന്നു. തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിക്ക് തന്നെ ഈ പ്രായമേറിയ ബ്രാഹ്മണന് അയാൾക്ക് സംശയങ്ങൾ, അല്ലെങ്കിൽ അയാളുടെ മനസ്സ് ആകെ ആകാംക്ഷാഭരിതമായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അയാൾക്ക് അറിയാമായിരുന്നു, ഞാനിതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് വീട്ടിൽ പോകുമ്പോൾ അവർ ഒരു കാരണവശാലും സമ്മതിക്കുകയില്ല എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. പക്ഷേ വീട്ടിലെത്തി. അതിനുശേഷം ഈ ബ്രാഹ്മണൻ തൻ്റെ ബന്ധുക്കളെല്ലാം വിളിച്ച് താൻ തീർത്ഥാടനത്തിന് പോയതും അവിടെ സംഭവിച്ച കാര്യങ്ങളും എല്ലാം പറയുകയാണ്. അപ്പോൾ പറഞ്ഞതിനോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഇങ്ങനെ ഞാൻ ഗോപാല വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഒരു സത്യം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ അദ്ദേഹത്തിൻ്റെ ഗൃഹത്തിലുണ്ടായിരുന്നവരെല്ലാവരും, അദ്ദേഹത്തിൻ്റെ പത്നിയും അദ്ദേഹത്തിൻ്റെ മക്കളും എല്ലാവരും പറയുകയാണ്, തീർച്ചയായിട്ടും ഇത് അങ്ങ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആഢ്യത്വമെല്ലാം നഷ്ടപ്പെടും, എല്ലാവരും നമ്മെ നോക്കി ചിരിക്കും. അപ്പോൾ അദ്ദേഹം പറയും, പക്ഷേ ഇത് ഞാൻ ഭഗവാന്റെ മുന്നിൽ കൊടുത്തിരിക്കുന്ന ഒരു സത്യവാചമാണ്. അപ്പോൾ അവരെല്ലാവരും പറയും, ഇനി അങ്ങ് ഈ സത്യവാചകപ്രകാരം ഈ വിവാഹം നടത്തി കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും അങ്ങുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേണ്ടെന്ന് വയ്ക്കും, മാത്രമല്ല ഞങ്ങൾ എല്ലാവരും വിഷം കുടിച്ച് മരിക്കുകയും ചെയ്യും. അപ്പോൾ വീണ്ടും ബ്രാഹ്മണൻ അവരോട് പറയുകയാണ്, ഞാൻ ഈ വാക്ക് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ബ്രാഹ്മണ യുവാവ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശ്രീ ഗോപാൽ വിഗ്രഹത്തെ ഞാൻ സാക്ഷിക്കായി വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഭഗവാൻ വരികയാണെങ്കിൽ പിന്നെ ഞാൻ അധർമ്മിയായി തീരില്ലേ എന്ന് പറയും. അപ്പോൾ ഈ ബ്രാഹ്മണൻ്റെ മൂത്ത മകൻ യാതൊരു ഭഗവത് വിശ്വാസവുമില്ലാത്ത ഒരു ദുഷ്ടനായിരുന്നു. അപ്പോൾ ആ മകൻ പറയുകയാണ് അച്ഛൻ്റെ അടുത്ത്, ശരി, വിഗ്രഹത്തെ സാക്ഷിയാക്കി നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, വിഗ്രഹം എവിടെയോ ഇരിക്കുന്നു, ആ വിഗ്രഹം വന്ന് സാക്ഷി പറയുന്നതാണോ അച്ഛൻ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്? ഇത് അങ്ങ് നാളെ പറഞ്ഞാൽ മതി. അതായത് ഞാൻ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറയണ്ട. അച്ഛൻ ഇങ്ങനെ പറയുക, അതായത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല എന്ന് മാത്രം അച്ഛൻ പറഞ്ഞാൽ മതി, പിന്നെ ആ ബ്രാഹ്മണനെ തോൽപ്പിക്കാനുള്ള വഴി എനിക്കറിയാം എന്ന് പറയുന്നു. അപ്പോൾ ബ്രാഹ്മണൻ ഇത് കേട്ടു. ബ്രാഹ്മണൻ്റെ മനസ്സ് വളരെയധികം ചഞ്ചലപ്പെട്ടു. കാരണം ബ്രാഹ്മണന് മനസ്സുകൊണ്ടിട്ട് തൻ്റെ കന്യകയെ ഈ യുവാവിന് ദാനം കൊടുക്കണമെന്ന് അയാൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ കുടുംബാംഗങ്ങളെല്ലാം അതിനെതിരാണെന്ന് മാത്രമല്ല, അവരെല്ലാം പറയുന്നു വിഷം കഴിച്ച് മരിക്കും എന്ന്, അല്ലേ? അപ്പോൾ ഈ ബ്രാഹ്മണൻ
ഗോപാല ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് തന്നെ ഇതിനെന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കി തരണം. അതായത് എൻ്റെ സ്വന്തക്കാരെ മരിക്കാനും അനുവദിക്കരുത്, അതേസമയം ഞാൻ നൽകിയിരിക്കുന്ന വാക്ക് നടക്കുകയും വേണം. അടുത്ത ദിവസം ആ ബ്രാഹ്മണ യുവാവ് വരും. വന്നിട്ട് ഇദ്ദേഹത്തെ കണ്ടിട്ട് ചോദിക്കും, അങ്ങ് എനിക്ക് അവിടെ വെച്ചൊരു വാക്ക് തന്നിരുന്നു, പക്ഷേ തിരിച്ചു വന്നതിന് ശേഷം അങ്ങ് എന്നെ വിളിപ്പിച്ചില്ല, ഇതുവരെ അങ്ങ് മൗനം പാലിക്കുകയാണ്, എന്താണ് അങ്ങയുടെ തീരുമാനം? അപ്പോൾ ഈ ബ്രാഹ്മണൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴത്തേക്ക് ഈ മൂത്ത മകൻ ഒരു വലിയ വടിയും കൊണ്ട് ഈ യുവാവിനെ അടിക്കാൻ ഓടി വരികയാണ്. ഓ, നിനക്കെൻ്റെ സഹോദരിയെ കല്യാണം കഴിക്കണമല്ലേ, ഒരു കുള്ളൻ ചന്ദ്രനെ കൈകൊണ്ട് പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് നിൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ് വടിയും കൊണ്ട് ഓടി വരുന്നത് കണ്ടപ്പോൾ ഈ ബ്രാഹ്മണ യുവാവ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. പാവം, അവൻ ഭയന്നു പോയി. കാരണം ഇവർ വലിയ ആഢ്യ കുടുംബക്കാരാണ്. അവൻ ഒരു പാവപ്പെട്ട നിർധനനായ വലിയ പാണ്ഡിത്യമൊന്നുമില്ലാത്ത ബ്രാഹ്മണനാണ്. അടുത്ത ദിവസം ഈ ബ്രാഹ്മണ യുവാവ് ഗ്രാമത്തിലുള്ളവരെല്ലാം വിളിച്ചു കൂട്ടി. എന്നിട്ട് അവരെല്ലാവരും ചേർന്ന്, ഇവർ സ്ഥിരമായി ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് ചർച്ചകളെല്ലാം ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ പ്രായം ചെന്ന ബ്രാഹ്മണനെയും വിളിക്കുകയാണ്. എന്നിട്ട് ഇവർ ചോദിക്കുന്നു, ഈ യുവാവ് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോൾ ബ്രാഹ്മണൻ എന്ത് ചെയ്യും? മൂത്ത മകൻ പഠിപ്പിച്ച പോലെ തന്നെ പറയും, സത്യത്തിൽ അങ്ങനെ ഒന്നും അങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറയും. അപ്പോൾ ഉടനെ തന്നെ ഈ ബ്രാഹ്മണൻ്റെ മൂത്ത മകൻ ഈ വടിയെടുത്ത് അടിക്കാൻ ചെന്നവൻ പറയും, ഇവൻ എൻ്റെ അച്ഛൻ്റെ കൂടെ ഈ തീർത്ഥാടനത്തിന് പോയത് തന്നെ എൻ്റെ അച്ഛൻ്റെ കയ്യിലെ പണം കണ്ടുകൊണ്ടാണ്. അപ്പോൾ പോയ വഴിക്ക് ഇവൻ എൻ്റെ അച്ഛന് എന്തോ ഒരു മയക്കുമരുന്ന് ഭക്ഷണത്തിൻ്റെ കൂടെ കലർത്തി കൊടുത്തു. എന്നിട്ട് അച്ഛൻ മയങ്ങിക്കിടക്കുന്ന സമയത്ത് ഇവൻ പണമെല്ലാം അപഹരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏതോ ഒരു കള്ളൻ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നെല്ലാം പറയുന്നു. ഇവനാണ് ഇപ്പോൾ പറയുന്നത്, എൻ്റെ അച്ഛൻ എൻ്റെ സഹോദരിയെ കന്യകാദാനം ചെയ്തു കൊടുക്കാമെന്ന്. അപ്പോൾ ഇതിനെല്ലാം അനുയോജ്യനായ ഒരുവനാണോ ഇവനെന്ന് നിങ്ങൾ ഗ്രാമവാസികളെല്ലാവരും പറയുമെന്ന് പറയും. അപ്പോൾ ഉടനെ കൂടിയിരുന്നവർക്കും ഒരു സംശയം. കാരണം എന്താണ്, ഇയാൾ വലിയ ആഢ്യബ്രാഹ്മണനും മകനും, ഇവനാകട്ടെ പാവപ്പെട്ടവൻ. അപ്പോൾ അവരെല്ലാവരും എങ്ങനെയാണ് ഇവനെ വിശ്വസിക്കണോ എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത അവർക്കെല്ലാവർക്കും വരികയാണ്. അപ്പോൾ ഈ യുവാവ് പറയും, എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ബ്രാഹ്മണൻ്റെ പുത്രൻ ഇങ്ങനെയെല്ലാം ഉള്ള ആരോപണങ്ങൾ എനിക്ക് എതിരെ ഉന്നയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ ഈ ബ്രാഹ്മണനെ സേവിക്കുകയും എൻ്റെ സേവനം കൊണ്ടിട്ട് അദ്ദേഹം വളരെ തൃപ്തനായതുകൊണ്ട് മാത്രമാണ് എനിക്കിങ്ങനെ തരാം എന്ന്, മകളെ വിവാഹം ചെയ്ത് തരാമെന്ന് പറഞ്ഞത്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്കിത് വേണ്ട. എന്നിട്ടും വീണ്ടും ഇദ്ദേഹം തന്നെയാണ് ഊന്നിപ്പറഞ്ഞത്. പിന്നെയാണ് ഞാൻ പറഞ്ഞത് ഭഗവാന്റെ മുന്നിൽ വന്ന് സത്യം ചെയ്തു തരണം. അതിനും ഇദ്ദേഹം സമ്മതിച്ചു. അങ്ങനെയാണ് ആ ഗോപാല ഭഗവാന്റെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊരു സത്യം ചെയ്തു തന്നത്. എന്നിട്ട് ഈ ബ്രാഹ്മണ യുവാവ് പറയും, ഞാൻ ഗോപാലനെ സാക്ഷിയായി വിളിച്ചുകൊണ്ട് വന്നാൽ നിങ്ങൾ ഞാൻ പറയുന്നത് സത്യമാണെന്ന് സമ്മതിക്കുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഗ്രാമവാസികളെല്ലാം പറയും, തീർച്ചയായിട്ടും ഭഗവാനെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഇതിനോടനുബന്ധിച്ച് ശ്രീല പ്രഭുപാദർ പറയുന്നുണ്ട്, ഈ യുവാവിനെ സംബന്ധിച്ചിടത്തോളം അവൻ ബ്രാഹ്മണനാണ്, പക്ഷേ വലിയൊരു പണ്ഡിതനല്ല, അല്ലെങ്കിൽ അവനൊരു ആഢ്യ കുടുംബത്തിൽ പിറന്നവനല്ല. പക്ഷേ അവൻ്റെ ഏറ്റവും വലിയ ഗുണം, സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത് ആ ബ്രാഹ്മണ യുവാവിന് പരമപുരുഷനായ ശ്രീകൃഷ്ണൻ്റെയും ആ അർച്ചവിഗ്രഹം തന്നെയാണ് ഭഗവാൻ എന്നുള്ള രണ്ട് കാര്യങ്ങളിൽ അവന് അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്നു. അതാണ് അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും വലിയ ഗുണം. ഇതാണ് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തൻ്റെയും ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. ആഢ്യ കുടുംബത്തിലെ ജനനമോ വലിയ പാണ്ഡിത്യമോ അല്ല, മറിച്ച് ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസം ഇല്ലേ. ആ യുവാവ് ഇപ്പോൾ ഇവർ കണ്ടിരിക്കുന്നത് അങ്ങ് ഗോവർദ്ധനത്തിനും അപ്പുറത്താണ് ഗോപാല ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. ഇവരുള്ളത് ദക്ഷിണ ഭാരതത്തിലെ വിദ്യാനഗരം എന്ന് പറയുന്ന ഗോദാവരി തീരത്തുള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ഇവർ പോയിരിക്കുന്നത്. അപ്പോൾ എവിടെയോ ഉള്ള ആ ഭഗവാൻ താൻ വിളിച്ചാൽ വരുമെന്ന ധൈര്യം ഈ യുവാവിനുണ്ടായിരുന്നു.
അപ്പോൾ ആ ബ്രാഹ്മണനും പറയും തീർച്ചയായിട്ടും, അതായത് ഗോപാല ഭഗവാൻ നേരിട്ട് ഇവിടെ വന്ന് സാക്ഷി പറയുകയാണെങ്കിൽ ഞാൻ 100% എൻ്റെ മകളെ ഈ യുവാവിന് വിവാഹം ചെയ്തു കൊടുക്കും. അപ്പോൾ മനസ്സുകൊണ്ട് ബ്രാഹ്മണനും വിചാരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഭഗവാനൊന്ന് വന്നു കിട്ടിയാൽ എൻ്റെ വാക്ക് തെറ്റിക്കാതിരിക്കാം. അപ്പോൾ ഇതേ സമയം ബ്രാഹ്മണൻ്റെ മൂത്ത പുത്രൻ ഈശ്വരനിൽ വിശ്വാസമില്ലാത്തവൻ വിചാരിക്കുകയാണ് എൻ്റെ അനിയത്തിയെ ഒരിക്കലും ഇവന് വിവാഹം ചെയ്ത് കൊടുക്കേണ്ടി വരില്ല, കാരണം ഏത് വിഗ്രഹമാണ് ഇറങ്ങി നടന്നു വരാൻ പോകുന്നതെന്ന് അവനും. അങ്ങനെ എല്ലാവരും സമ്മതിക്കുന്നു. പ്രഭുപാദർ പറയുന്നുണ്ട് ഭഗവാൻ പരമാത്മാവായി ഇരുന്നു കൊണ്ട് എല്ലാവരെയും കൊണ്ട്, അതായത് ചിലപ്പോൾ എല്ലാവരും ഒരേ കാര്യം സമ്മതിച്ചു കൊടുക്കും, പക്ഷേ അവരുടെ ഉള്ളിലിപ്പ് പല വിധത്തിലായിരിക്കും. മനസ്സിലായില്ലേ? പക്ഷേ കാര്യം ഭഗവാൻ നടത്തും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അതായത് ഈ മകൻ എതിര് പറഞ്ഞാൽ ഈ പിതാവിനൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മകൻ എന്തുകൊണ്ടാണ് എതിര് പറയാത്തത്? അവന് 100% ഉറപ്പുണ്ട് ഈ വിഗ്രഹം വന്ന് സാക്ഷി പറയില്ലെന്ന്. നേരെ മറിച്ച് പ്രായമായ ബ്രാഹ്മണനാണെങ്കിൽ പ്രാർത്ഥനയോടെ ഇരിക്കുന്നു എങ്ങനെയെങ്കിലും ഭഗവാൻ വരണം എന്ന്. യുവാവായ ബ്രാഹ്മണൻ്റെ എന്താണ്? അവന് 100% ഉറപ്പുണ്ട് ഭഗവാൻ വരും എന്ന്. അങ്ങനെയാണ് ഇവരെല്ലാവരും ചേർന്ന് ഇത് സമ്മതിക്കുന്നത്. അപ്പോൾ ഇതാണ് കൃഷ്ണൻ പരമാത്മാവായി ഇരുന്നു കൊണ്ട് എല്ലാവരെയും ഒരേ കാര്യത്തിനായി പ്രേരിപ്പിക്കും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അപ്പോൾ ഈ ബ്രാഹ്മണൻ ഒരു കാര്യം കൂടെ ചെയ്യും. പുറപ്പെടുന്നതിന് മുമ്പ് പറയും ഇത് എഴുതി തീർപ്പാക്കി തരണം, കാരണം ഞാൻ തിരിച്ചു വന്നു കഴിയുമ്പോഴേക്കും നിങ്ങൾ സംസാരം, നിങ്ങളുടെ വാക്ക് മാറ്റിയാലും ഇനിയിപ്പോൾ വാഗ്ദത്തമില്ലല്ലോ, വാക്ക് മാറ്റുകയാണല്ലോ. അതുകൊണ്ട് അത് എഴുതി ഗ്രാമത്തിലുള്ളവരെല്ലാവരും അതിൽ ഒപ്പുവെച്ച് അങ്ങനെയുള്ള ഒരു ഉടമ്പടി പ്രകാരമാണ് ഈ ബ്രാഹ്മണൻ പോകാൻ പോകുന്നത്. അപ്പോൾ അത് പോകുന്നതിന് മുൻപായിട്ട് ഈ യുവാവ് പറയും തീർച്ചയായിട്ടും ഈ ആഢ്യബ്രാഹ്മണൻ എന്നെ കബളിപ്പിക്കണമെന്നൊരു ഉദ്ദേശം ഇദ്ദേഹത്തിനില്ല. തീർച്ചയായിട്ടും ഇദ്ദേഹം വലിയൊരു ഭഗവത് ഭക്തനാണ്. ഇദ്ദേഹം തീർച്ചയായിട്ടും ഞാൻ ഭഗവാൻ വന്നു കഴിയുമ്പോൾ എനിക്ക് തരുമെന്നറിയാം എന്നിങ്ങനെയെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ പ്രകീർത്തിച്ച ശേഷമാണ് അവർ അവിടെ നിന്ന് പുറപ്പെടുന്നത്. അങ്ങനെ ബ്രാഹ്മണൻ പോയി യാത്ര ചെയ്ത് അവസാനം ഗോപാല ഭഗവാന്റെ മുന്നിൽ വന്നെത്തി. അവിടെ ചെന്ന് ഭഗവാനെ നമസ്കരിച്ച ശേഷം ഭഗവത് വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് അവൻ ഈ കഥയെല്ലാം ഭഗവാനോട് പറയുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് ആ സ്ത്രീയെ, ആ കന്യകയെ വിവാഹം ചെയ്ത് കിട്ടിയില്ല എന്നുള്ളതിലല്ല വിഷമം. അങ്ങയുടെ മുന്നിൽ വെച്ച് ഞാൻ ചോദിക്കാതെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങയുടെ മുന്നിൽ വെച്ച് എനിക്ക് സത്യവും ചെയ്തു തന്നിട്ട് ഇപ്പോൾ അത് മാറ്റി പറയുന്നതിലാണ് എനിക്ക് ഏറ്റവും വലിയ വിഷമം. ഏത്തജാനി തുമി സാക്ഷി ദേഹ ദയമോയ ജ്ഞാനി സാക്ഷി നഹി ദിയ താര പാപഹയ. എന്നൊരു ബ്രാഹ്മണൻ ഗോപാലനോട് പറയുകയാണ്, അതായത് അങ്ങേക്കിതെല്ലാം അറിയാം, അങ്ങ് ഇതിന് സാക്ഷിയാണ്, അതുകൊണ്ട് ഈ സാക്ഷി പറയാൻ അങ്ങ് വന്നില്ലെങ്കിൽ താര പാപഹയ, അങ്ങേക്ക് പാപം കിട്ടും. പ്രഭുപാദർ പറയുന്നുണ്ട് ഭഗവാൻ ഒരിക്കലും പാപം കിട്ടില്ല. പക്ഷേ ഈ ബ്രാഹ്മണൻ ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താണ്? അങ്ങയുടെ നിയമമാണല്ലോ, ഞാൻ സാക്ഷ്യം വഹിച്ച ഒരു കാര്യത്തിന് നാളെ ഞാൻ സാക്ഷി പറയേണ്ടി വന്ന് ഞാൻ പറയാതിരുന്നാൽ അതെനിക്ക് പാപമാണെന്നല്ലേ അങ്ങയുടെ ധർമ്മം പറയുന്നത്. അപ്പോൾ ആ ധർമ്മത്തെ തിരിച്ച് ഭഗവാനെ ഓർമ്മിപ്പിക്കുകയാണ് ഈ ഭക്തൻ. അപ്പോൾ എത്ര നിർമ്മല ഹൃദയത്തോടു കൂടിയുള്ള ഭക്തനാണ് ഈ യുവാവായ ബ്രാഹ്മണൻ എന്നാണ് ശ്രീല പ്രഭുപാദർ പറയുന്നത്. അപ്പോൾ ഗോപാല ഭഗവാൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, നാട്ടിലേക്ക് മടങ്ങിപ്പോകും, എന്നിട്ട് എല്ലാവരെയും വിളിക്കും, അവിടെ വച്ച് എന്നെ മനസ്സുകൊണ്ട് സ്മരിച്ചാൽ ഞാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് സാക്ഷി പറയാം. അപ്പോൾ ബ്രാഹ്മണൻ പറയും, ഇനി ഞാൻ അവിടെ പോയി നിന്നിട്ട് അങ്ങ് അവിടെ ചതുർഭുജ വിഷ്ണുവായിട്ട് വന്നു നിന്നാലും അവരാരും പറഞ്ഞാൽ കേൾക്കില്ല. കാരണം ഞാൻ പറഞ്ഞിരിക്കുന്നത് ഗോപാല ഭഗവാനാണ് സാക്ഷി പറഞ്ഞിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ വരണം. അപ്പോൾ ഭഗവാൻ പറയും, കൃഷ്ണ കഹേ പ്രതിമാച്ചലേ കൊത്താഹനാസുനി. അപ്പോൾ ഗോപാല വിഗ്രഹം പറയുകയാണ്, പ്രതിമാച്ചലേ കൊത്താഹനാസുനി, അതായത് വിഗ്രഹം നടന്നതായിട്ട് ഞാൻ കേട്ടിട്ടേയില്ല. അപ്പോൾ വിപ്രബലെ പ്രതിമാഹന കഥ കേനവാണി. അപ്പോൾ
തിരിച്ച് ബ്രാഹ്മണൻ പറയും, വിഗ്രഹം സംസാരിച്ചതായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇപ്പോൾ നമ്മൾ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഇത് വളരെ എന്താ പറയുക, ഭക്തിയുടെ ആ ഒരു ഭക്തന് ഭഗവാനുള്ള വിശ്വാസത്തിൻ്റെ പരമകാഷ്ഠയാണ് ഇവിടെ ഈ നടക്കുന്ന ലീല എന്ന് പറയുന്നത്. അതായത് അകത്തിരുന്നുകൊണ്ട് ഭഗവാൻ പറയുന്നു, എവിടെയെങ്കിലും വിഗ്രഹം നടന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പുറത്ത് നിൽക്കുന്ന ഭക്തൻ പറയുന്നു, എവിടെയെങ്കിലും വിഗ്രഹം സംസാരിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ നടക്കുകയും വേണം, അല്ലേ? എന്നിട്ട് ആ ഭക്തൻ പറയുകയാണ്, പ്രതിമാ നഹി തുമി സാക്ഷാത് വ്രജേന്ദ്രനന്ദൻ വിപ്രലഗി കര തുമി അകാര്യ കാരണ. അതുകൊണ്ട് ഇത് വളരെ ചൈതന്യചരിതാമൃതത്തിൽ നിന്നും അനേകം ഭക്തന്മാർ ഉദ്ധരിക്കുന്ന ഒരു വാക്യമാണ്, പ്രതിമാ നഹി തുമി സാക്ഷാത് വ്രജേന്ദ്രനന്ദൻ. അതായത് ഭഗവാന്റെ ഓരോ അർച്ചമൂർത്തിയും ഭഗവാൻ തന്നെയാണ്. അതാണ് ഈ ശ്ലോകത്തിൻ്റെ പൊരുൾ. പ്രതിമാ നഹി തുമി സാക്ഷാത് വ്രജേന്ദ്രനന്ദൻ വിപ്രലഗി കരാ തുമി അകാര്യകാരൻ. അതുകൊണ്ട് ഇതുവരെ അങ്ങ് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം ഇപ്പോൾ ചെയ്യണം എന്ന്. അപ്പോൾ വിഗ്രഹം തിരിച്ചു പറയുന്നു, ശരി, ഞാൻ പുറകിൽ നടക്കാം, തിരിഞ്ഞു നോക്കരുത്. എൻ്റെ കാലിലെ കൊലുസുമണികളുടെ ശബ്ദം കേട്ട് മനസ്സിലാക്കിക്കൊള്ളണം ഞാൻ പുറകിലുണ്ടെന്ന്. മാത്രമല്ല ദിവസവും എനിക്ക് 1 കിലോ അരിയുടെ ചോറ് വച്ച് നിവേദിക്കണം. ഞാൻ അതും കഴിച്ചുകൊണ്ട് പുറകെ നടന്നു വന്നോളാം. ഇത് ഭഗവാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ എപ്രകാരം സൂര്യന് സൂര്യപ്രകാശത്തിലൂടെ പ്രവർത്തിക്കാൻ കഴിയുമോ, അതുപോലെ തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന് ഏതൊരു ഭൗതികമായ വസ്തുവിലും പ്രവേശിച്ച് അദ്ദേഹത്തിൻ്റെ ശക്തി നമുക്ക് പ്രകടിപ്പിച്ച് കാട്ടിത്തരാൻ കഴിയും. സ്വത്വം ആത്മനി സംജാതം സ്വാമിത്വം മയി ച സ്ഥിതം ഇതി വ്യവസ്ഥിതേ ചാപി മമായം കേശവസ്ഥിതി. ഭഗവാന്റെ അർച്ചവിഗ്രഹത്തെക്കുറിച്ചിട്ട് ഉള്ള ഒരു ശാസ്ത്രപ്രമാണമാണിത്. അതായത് അർച്ചവിഗ്രഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, അല്ലെങ്കിൽ അർച്ചവിഗ്രഹത്തെക്കുറിച്ചിട്ട് മറ്റുള്ളവർ പറയുന്ന ഏറ്റവും വലിയ വിമർശനം എന്താണ്? ഈ അർച്ചവിഗ്രഹത്തിന് സ്വയം നടക്കാൻ കഴിയുമോ? പറ്റില്ല. ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ പൂജാരി വേണം എടുത്തുകൊണ്ട് ഓടുവാനായിട്ട്. സ്വയം സ്നാനം ചെയ്യാനും കഴിയില്ല, സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ഇല്ലേ? അതായത് ഭക്തൻ നിവേദിച്ചാലേ ഭക്ഷണമുള്ളൂ, ഭക്തൻ അഭിഷേകം ചെയ്താലേ കുളിയുള്ളൂ, ഭക്തൻ ഡ്രസ്സ് മാറ്റിയാലേ ഡ്രസ്സുള്ളൂ, ഭക്തൻ അലങ്കരിച്ചാലേ അലങ്കാരമുള്ളൂ, അല്ലേ? സ്വത്വം ആത്മനി സംജാതം സ്വാമിത്വം മയി ച സ്ഥിതം. അതായത് തൻ്റെ സ്വാമിത്വം പോലും ഭഗവാൻ ഉപേക്ഷിക്കുന്ന അത്രയും കാരുണ്യമാണ് അർച്ചവിഗ്രഹം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അർച്ചവിഗ്രഹത്തിൻ്റെ രൂപത്തിൽ ഭഗവാൻ കാണിക്കുന്ന കാരുണ്യം അചിന്ത്യമാണ്. എന്തുകൊണ്ടാണ്? ആ അർച്ചവിഗ്രഹ സ്വരൂപത്തിൽ ഭഗവാൻ വന്ന് പൂർണ്ണമായും ഭക്തൻ്റെ നിയന്ത്രണത്തിലാവുകയാണ്. പക്ഷേ ഇവിടെ ഈ ഭക്തനെ നോക്കൂ, വിശ്വാസത്തോടു കൂടിയിട്ട് സാക്ഷി പറയാൻ വിളിക്കുകയാണ്. അപ്പോൾ അകത്തിരിക്കുന്ന ഭഗവാൻ സംസാരിക്കുന്നു. ഭഗവാനുമായിട്ട് സംസാരിക്കുന്ന മറ്റൊരു വലിയ ഉദാഹരണവും കൂടി ഉണ്ട്. ഞാനത് ക്ലാസ്സിന് ശേഷം സമയമുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഭഗവാൻ, ഗോപാല ഭഗവാൻ ഈ ബ്രാഹ്മണൻ്റെ പുറകെ നടന്നു തുടങ്ങി. അപ്പോൾ ഈ കാലിലെ കൊലുസുമണിയുടെ ശബ്ദം കേട്ട് ബ്രാഹ്മണനറിയാം ഭഗവാൻ പുറകിലുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ആദ്യത്തെ ദിവസം കുറേ നടന്നു. ഭക്ഷണത്തിൻ്റെ സമയമായപ്പോൾ ബ്രാഹ്മണൻ ഈ അരി വച്ച് ചോറാക്കി നിവേദിക്കുന്നു. ഭഗവാൻ അത് സ്വീകരിക്കുന്നു. അങ്ങനെ ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറഞ്ഞു 100 ദിവസം നടന്നു എന്നാണ് ഭഗവാൻ. അപ്പോൾ എത്ര വലിയ
കാരുണ്യമാണ് എന്ന് നമ്മൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ്? കാരണം ബ്രാഹ്മണന് നടക്കാൻ പറ്റുന്ന സ്പീഡിലല്ലേ ഭഗവാൻ പുറകിൽ നടക്കാൻ പറ്റൂ, അല്ലേ? അപ്പോൾ ഇതാണ് അർച്ചവിഗ്രഹത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കുന്നുവോ, എപ്രകാരം നമ്മൾ അർച്ചവിഗ്രഹ സ്വരൂപത്തിൽ ഭഗവാനെ കാണുന്നുവോ അതിന് തത്തുല്യമായിട്ട് ഭഗവാൻ നമ്മളോട് പ്രതികരിക്കും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് സാക്ഷി ഗോപാൽ. അങ്ങനെ തൻ്റെ ഗ്രാമത്തിനടുത്തെത്തിയപ്പോൾ ഈ ബ്രാഹ്മണൻ ചിന്തിക്കുകയാണ്, ഞാൻ പോയിട്ടിപ്പോൾ എല്ലാവരോടും പറയണം സാക്ഷി വന്നിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ബ്രാഹ്മണൻ തിരിഞ്ഞു നോക്കും. കാരണം ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, തിരിഞ്ഞു നോക്കിയാൽ ഞാൻ വീണ്ടും വിഗ്രഹമാവും. ഇതാണ് ഇവർ തമ്മിലുള്ള ഉടമ്പടി. അപ്പോൾ ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തിയപ്പോൾ ബ്രാഹ്മണൻ തിരിഞ്ഞു നോക്കി. അപ്പോൾ ഭഗവാൻ മന്ദഹസിച്ചുകൊണ്ട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ ഇവിടെ തന്നെ നിന്നോളാം. എല്ലാവരും വന്ന് സാക്ഷി പറയുന്നത് വരെ ഞാൻ എവിടെയും പോവില്ല. അങ്ങനെ ഈ ബ്രാഹ്മണൻ പോയി എല്ലാവരെയും ഗ്രാമീണരോടെല്ലാം അറിയിച്ചു, ഇങ്ങനെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും വരുന്നു, വിഗ്രഹത്തെ കാണുന്നു, നമസ്കരിക്കുന്നു. അവരെല്ലാവർക്കും ആ വിഗ്രഹത്തിൻ്റെ ഭഗവാന്റെ സൗന്ദര്യം കണ്ടിട്ട് അവരെല്ലാം അത്യധികം ആഹ്ലാദിതരാകുന്നു. ആ പ്രായം ചെന്ന ബ്രാഹ്മണൻ വന്ന് ഭഗവാനെ കാണുമ്പോൾ തന്നെ ദണ്ഡനമസ്കാരം ചെയ്യുന്നു. അങ്ങനെ ഗോപാൽ ഭഗവാൻ സാക്ഷിയായി നിന്നുകൊണ്ട് ആ ബ്രാഹ്മണൻ തൻ്റെ പുത്രിയെ ഈ ബ്രാഹ്മണന് കന്യകാദാനം ചെയ്ത് നൽകുന്നു. അങ്ങനെ രണ്ട് ബ്രാഹ്മണരോടും ഭഗവാൻ പറയും, നിങ്ങൾ രണ്ടുപേരും എൻ്റെ ശാശ്വത നിത്യ സേവകരാണ് ജന്മജന്മാന്തരങ്ങളിലൂടെ. അതുകൊണ്ട് നിങ്ങൾ ഏത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ എന്ന്. അപ്പോൾ രണ്ടുപേരും കൂടെ പറയും, അങ്ങ് ഇവിടം വിട്ടു പോകരുത്. കാരണം ലോകത്തിലുള്ളവരെല്ലാവരും അറിയണം അങ്ങ് ഇങ്ങനെ ഒരിക്കൽ വന്ന് സാക്ഷി പറഞ്ഞിരുന്നു എന്ന് അറിയണം എന്ന് പറയും. അങ്ങനെ ആ രണ്ട് ബ്രാഹ്മണർ പിൽക്കാലത്ത് ആ ഗോപാല വിഗ്രഹത്തിൻ്റെ സേവനത്തിലേർപ്പെട്ടിരുന്നു. അങ്ങനെ ഇത് കേട്ട് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം വന്ന് ഭഗവാനെ കാണാൻ വന്നു തുടങ്ങി. അവിടെ ആ വിദ്യാനഗരത്തിൻ്റെ രാജാവ് വന്ന് ഭഗവത് വിഗ്രഹം കാണുകയും അവിടെ ഒരു ക്ഷേത്രം പണിയിച്ച് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സാക്ഷി ഗോപാൽ എന്ന പേരിൽ അദ്ദേഹം വളരെ പ്രശസ്തനായി. ഭഗവാൻ അവിടെ അങ്ങനെ വിദ്യാനഗരത്തിൽ അനേകം വർഷങ്ങൾ സാക്ഷി ഗോപാൽ ഭഗവാൻ വിഗ്രഹ രൂപത്തിൽ എല്ലാവർക്കും ദർശനം നൽകിക്കൊണ്ട് അവിടെ ഉണ്ടായി. പിന്നീട് പിൽക്കാലത്ത് വളരെ കാലങ്ങൾക്ക് ശേഷം ഒഡീഷയിലെ രാജാവായിരുന്ന പുരുഷോത്തമദേവൻ അദ്ദേഹം വിദ്യാനഗരത്തിലെ രാജാവുമായി ഒരു യുദ്ധം ചെയ്ത് ആ വിദ്യാനഗരത്തിലെ രാജാവിനെ തോൽപ്പിച്ചതുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു, ആ രാജ്യം പിടിച്ചടക്കി. അവിടെ ഉണ്ടായിരുന്ന മാണിക്യ സിംഹാസനം അദ്ദേഹം എടുത്തുകൊണ്ടുപോയി ജഗന്നാഥപുരിയിൽ ഭഗവാന് കാഴ്ചവെച്ചു. അതിനുശേഷം അദ്ദേഹം സാക്ഷി ഗോപാലിനെ അവിടെ നിന്നെടുത്ത് കട്ടക്ക് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് മാറ്റി. അതായത് എൻ്റെ രാജ്യത്തിലേക്ക് വരണം എന്ന് പുരുഷോത്തമദേവൻ മഹാരാജാവ് ഭഗവാനോട് അപേക്ഷിക്കുകയും അപ്രകാരം ഭഗവാൻ തന്നെ സ്വേച്ഛയാലാണ് കട്ടക്കിലേക്ക് മാറിയതെന്നും പറയുന്നു. അപ്പോൾ ആ സമയത്ത് ഈ രാജാവിൻ്റെ മഹാറാണി ഒരു ദിവസം ഭഗവാനെ കാണുവാനായിട്ട് വന്നു. അപ്പോൾ അവരെല്ലാവരും ഈ നമ്മുടെ ഭാരതീയ സംസ്കാരത്തിലുണ്ട്, സ്ത്രീകളെല്ലാവരും ഇവിടെ ഈ മൂക്കിൻ്റെ താഴെ കുത്തിയിട്ട് അവിടെ ഒരു മണി ധരിക്കുന്ന ഒരിതുണ്ട്. മൂക്കിൻ്റെ സൈഡിലല്ല, അവിടെയും കുത്തും. മൂക്കിൻ്റെ താഴോട്ടായിട്ടിങ്ങനെ കുത്തിയിട്ട് അവിടെ ഒരു മണി ധരിക്കുന്ന, സുമംഗലികളെല്ലാം ധരിക്കുന്ന ഒരു എന്താ പറയുക, അങ്ങനെ ഒരു സംസ്കാരം ഭാരതത്തിൻ്റെ ചില ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ ഈ മഹാറാണി അവർ അമൂല്യമായ ഒരു മുത്ത് അങ്ങനെ അവരുടെ മൂക്കിൽ ധരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് വലിയൊരാഗ്രഹമുണ്ടായിരുന്നു, ഈ ഭഗവത് വിഗ്രഹത്തിൻ്റെ മൂക്കിൽ ഒരു ഛേദമുണ്ടെങ്കിൽ എനിക്ക് ഈ വിലയേറിയ മുത്ത് ഭഗവാന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ട്, ചാർത്താൻ വേണ്ടിയിട്ട് കൊടുക്കാമായിരുന്നു എന്ന് അവർ മനസ്സുകൊണ്ട് ഇങ്ങനെ വിചാരിച്ചു. നമസ്കരിച്ചു, വീട്ടിൽ പോയി. അന്ന് രാത്രി അവർ കിടന്നുറങ്ങിയപ്പോൾ അവരുടെ സ്വപ്നത്തിൽ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മ ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ എൻ്റെ മൂക്കിൽ ഒരു തുളയിട്ടു. ആ തുളയിൽ പണ്ട് എൻ്റെ മൂക്കിൽ വലിയൊരു മുത്ത് ഞാൻ ധരിച്ചിരുന്നു.
ഇപ്പോൾ ആ മുത്തില്ല എന്ന് ഭഗവാൻ ഈ റാണിയുടെ സ്വപ്നത്തിൽ വന്ന് പറയുകയാണ്. വീണ്ടും ഇതാണ് ഞാൻ പറഞ്ഞത്, അർച്ചവിഗ്രഹത്തെ എപ്രകാരം നമ്മൾ കാണുന്നുവോ അപ്രകാരം അർച്ചവിഗ്രഹം നമ്മളോട് പെരുമാറും എന്നുള്ളതിൻ്റെ അടുത്ത ഉദാഹരണമാണ്. അങ്ങനെ മഹാറാണി അടുത്ത ദിവസം തന്നെ ആ മുത്ത് കൊണ്ടുപോകുന്നു, ഭഗവാന് ചാർത്തുന്നു, വലിയ ഒരു ഉത്സവം നടത്തുന്നു. അങ്ങനെ കട്ടക്കിൽ അദ്ദേഹം സാക്ഷി ഗോപാലനായി ദർശനമേകുന്ന ആ സമയത്താണ് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവും അവിടെ എത്തുന്നതും. അങ്ങനെ ഇവരെല്ലാവരും ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം അപ്പോൾ ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ സാക്ഷി ഗോപാല വിഗ്രഹത്തിൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. ബാക്കിയുള്ള കൂടി നിന്ന ഭക്തന്മാരെല്ലാം നോക്കുമ്പോൾ അകത്തിരിക്കുന്ന ആളും പുറത്തിരിക്കുന്ന ആളും കാണാൻ ഒരേപോലെ കാന്തിയോടുകൂടി ഒരേപോലെ സൗന്ദര്യത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ട് നിത്യാനന്ദ പ്രഭു മറ്റുള്ള ഭക്തന്മാരെ എല്ലാം നോക്കി പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ മഹാപ്രഭു ഇത് മുഴുവൻ രാത്രി മുഴുവൻ ഇരുന്നത് കേട്ടു. അതിനുശേഷം രാവിലെ മംഗളാരതിയും കഴിഞ്ഞതിന് ശേഷം അവരവിടെ നിന്നും പുറപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അവരങ്ങോട്ട് ഭുവനേശ്വരിലേക്കാണ് പോകുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വർണ്ണന വൃന്ദാവൻ ദാസ് ഠാക്കൂർ നടത്തുന്നുള്ളത് കൊണ്ടിട്ട് കൃഷ്ണദാസ് കവിരാജ ഗോസ്വാമി ബാക്കിയുള്ള യാത്രയെക്കുറിച്ചിട്ട് കൂടുതൽ പറയുന്നില്ല. അതിനുശേഷം ചൈതന്യ മഹാപ്രഭു കമലപുരം എന്ന സ്ഥലത്തിൽ വന്നെത്തുന്നു. അവിടെ ഭാർഗി നദി എന്ന് പറയുന്ന ആ നദിയിൽ അദ്ദേഹം സ്നാനം ചെയ്യുവാനായിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ സ്നാനം ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ട് തൻ്റെ സന്യാസദണ്ഡം നിത്യാനന്ദ പ്രഭുവിനെ ഏൽപ്പിക്കുന്നു. അതിനുശേഷം മഹാപ്രഭു സ്നാനം ചെയ്തിട്ട് കപോട്ടേശ്വരൻ എന്ന് പറയുന്ന ശിവക്ഷേത്രത്തിൽ പോയി. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ശിവക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനത്തിനായി പോകുന്നു. ആ സമയത്ത് നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിൻ്റെ ദണ്ഡ് 3 ഭേദിച്ച് അത് ആ പുഴയിൽ തന്നെ എറിഞ്ഞു കളയും. അതുകൊണ്ട് പിന്നീട് ആ നദി ദണ്ഡഭംഗ നദി എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് ഒടിച്ച് കളഞ്ഞത് എന്ന് ചോദിച്ചാൽ, നിത്യാനന്ദ പ്രഭു ഇത് ചെയ്തതിൻ്റെ കാരണം ശ്രീ ചൈതന്യ മഹാപ്രഭു സ്വയം ഭഗവാനാണ്. ഒരു ദണ്ഡം കൊണ്ടിട്ട് അദ്ദേഹത്തെ സന്യാസാശ്രമത്തിൽ തളച്ചിടാൻ ആർക്കും പറ്റുകയില്ല. മാത്രമല്ല ദണ്ഡം സ്വീകരിച്ച സന്യാസികളിൽ കുട്ടിച്ചക്ക, ബഹുദക, ഹംസ, പരമഹംസ, ഇതാണ് സന്യാസത്തിൻ്റെ 4 തലങ്ങൾ. അതായത് കുട്ടിച്ചക്ക എന്ന് പറയുന്നതാണ് സന്യാസത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആ അതായത് ആദ്യത്തെ പടി എന്ന് പറയുന്നത്. അതിന് ഒരു ഇത് മുകളിലാണ് ബഹുദക, അതിൻ്റെ ഒരു പടി മുകളിലാണ് ഹംസ. ഏറ്റവും ഉന്നത തലത്തിലുള്ള സന്യാസിവര്യന്മാരാണ് പരമഹംസൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ കുട്ടിച്ചക്ക, ബഹുദക എന്ന് പറയുന്ന ഈ 2 വിഭാഗത്തിലുള്ള സന്യാസിമാർ എല്ലായ്പ്പോഴും ദണ്ഡം കയ്യിൽ ധരിക്കണം എന്നാണ് പൊതുവെ. അതിനുശേഷം പരമഹംസാവസ്ഥയിലെത്തുന്ന സന്യാസിമാർക്ക് ദണ്ഡം കൊണ്ടു നടക്കേണ്ടതില്ല. അപ്പോൾ ആ ഒരു കാരണവും കൂടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ടും കൂടെ മഹാപ്രഭുവിനൊരു ദണ്ഡത്തിൻ്റെ ആവശ്യമില്ല. അതിനുശേഷം മഹാപ്രഭു കപോടേശ്വര ദർശനം കഴിഞ്ഞതിന് ശേഷം നടന്ന് ജഗന്നാഥപുരിയിലോട്ട് എത്താൻ പോവുകയാണ്. അപ്പോൾ ദൂരെ നിന്ന് തന്നെ ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ ഗോപുരം കാണാം. അപ്പോൾ തന്നെ മഹാപ്രഭു അവിടെ നമസ്കരിക്കുന്നു. അദ്ദേഹം പ്രേമം കൊണ്ടെത്ത് നൃത്തം ചവിട്ടാൻ തുടങ്ങുന്നു. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ 6 മൈൽ ദൂരെ നിന്ന് തന്നെ മഹാപ്രഭു കാണുകയാണ്. പക്ഷേ മഹാപ്രഭുവിന് തോന്നുന്നു അത്ര ഒരു 1000 മൈൽ ഇനിയും പോകാനുണ്ടെന്ന്. അത്രമാത്രം അദ്ദേഹത്തിൻ്റെ ആനന്ദാതിരേകം കൊണ്ടിട്ട്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ബോധവാനായപ്പോൾ നിത്യാനന്ദ പ്രഭുവിനോട് ചോദിച്ചു, എൻ്റെ ദണ്ഡം? അപ്പോൾ നിത്യാനന്ദ പ്രഭു പറയും, അങ്ങ് ആനന്ദാതിരേകത്തിൽ വീണു, എൻ്റെ മുകളിലേക്ക് വീണു. നമ്മൾ 2 പേരും കൂടെ ദണ്ഡിൻ്റെ മുകളിലേക്ക് വീണപ്പോൾ അത് കഷ്ണമായിപ്പോയി. കഷ്ണങ്ങൾ എവിടെ പോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇത് ഒടിഞ്ഞു പോയത് എൻ്റെ ഏറ്റവും വലിയ തെറ്റാണ്. അതുകൊണ്ട് എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നുള്ളൂ. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന് ഒരേ സമയം കോപവും അദ്ദേഹത്തിന് ദുഃഖവും ഉണ്ടായി എന്ന് പറയുന്നു. എന്നിട്ട് പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് വളരെ വലിയ ഉപകാരം ചെയ്ത് എന്നെ ഈ നീലാചലം വരെ കൊണ്ടെത്തിച്ചു. പക്ഷേ എൻ്റെ ആകെക്കൂടെ ഉണ്ടായിരുന്ന, എൻ്റേത് എന്ന് പറയാൻ എനിക്ക് ആകെക്കൂടെ ഉണ്ടായിരുന്ന ആ ദണ്ഡം പോലും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് ബാക്കി വച്ചില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളാരും ഇനി എൻ്റെ കൂടെ നടക്കരുത്. ഒന്നില്ലേ നിങ്ങൾ എൻ്റെ മുന്നിൽ പോവുക, അല്ലെങ്കിൽ എൻ്റെ പുറകിൽ വരിക. അപ്പോൾ
പ്രഭുപാദർ പറയുന്നുണ്ട്, ചൈതന്യ മഹാപ്രഭു എന്തിനാണ് ഈ കോപം പ്രകടിപ്പിച്ചതെന്ന് ചോദിച്ചാൽ, സന്യാസിമാരാരും തങ്ങളുടെ ദണ്ഡം വെറുതെ വേണ്ടെന്ന് വയ്ക്കരുത് എന്ന് ഉള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മഹാപ്രഭു ആ കോപം അവിടെ പ്രദർശിപ്പിച്ചത്. അപ്പോൾ മുകുന്ദദത്ത പറയുന്നു, അങ്ങ് ആദ്യം മുന്നിൽ പോകണം, ബാക്കിയുള്ളവരെല്ലാവരും അങ്ങയുടെ പുറകെ വരട്ടെ. കൃഷ്ണദാസ കവിരാജ ഗോസ്വാമി പറയുന്നു, ദണ്ഡഭംഗലീലയെക്കുറിച്ചിട്ട് ആർക്കും പൂർണ്ണമായിട്ട് അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ചിട്ട് ആധികാരികമായി പറയുവാൻ ആർക്കും കഴിയുകയില്ല. എന്തുകൊണ്ട് നിത്യാനന്ദ പ്രഭു അത് ഒടിച്ചു കളഞ്ഞു എന്നോ, എന്തുകൊണ്ട് ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിനെ അത് ഒടിക്കുവാൻ അനുവദിച്ചു എന്നോ നമുക്ക് മനസ്സിലാവുകയില്ല. തീർച്ചയായിട്ടും ചൈതന്യ മഹാപ്രഭുവിനോടും നിത്യാനന്ദ പ്രഭുവിനോടും ഏറ്റവും അധികം ഭക്തിയുള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ തത്വം മനസ്സിലാവുകയുള്ളൂ എന്ന് കൃഷ്ണദാസ് കവിരാജ് ഗോസ്വാമി പറയുന്നു. എന്നിട്ട് പറയുകയാണ്, ഈ സാക്ഷി ഗോപാല ചരിതം കേട്ടിട്ടുള്ളവർക്കുള്ള ഫലശ്രുതി എന്ന് വച്ചാൽ തീർച്ചയായിട്ടും ഇത് കേൾക്കുന്നവർക്കെല്ലാവർക്കും ഭഗവാൻ ഗോപാലൻ്റെ പാദപദ്മങ്ങളിൽ അവർക്കെല്ലാവർക്കും പ്രേമഭക്തി ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ ആ ഭഗവത് പാതാരവിന്ദങ്ങളിൽ ശരണാഗതി ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ശ്രീല പ്രഭുപാദർ എടുത്തു പറയുന്നുണ്ട്, സാക്ഷി ഗോപാല ചരിതത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, അർച്ചവിഗ്രഹം, ശ്രീഗോപാല ഭഗവാന്റെ അർച്ചവിഗ്രഹം എല്ലായ്പ്പോഴും സച്ചിദാനന്ദ വിഗ്രഹം തന്നെയാണ്. അതിൽ ഭൗതികമായിട്ടുള്ള ഒന്നുമില്ല, അതെല്ലാം ദിവ്യമാണ്. മാത്രമല്ല, ഒരു ബ്രാഹ്മണനാണെങ്കിൽ അവൻ ആ ബ്രാഹ്മണൻ്റെ ധർമ്മങ്ങളെല്ലാം പൂർണ്ണമായും പൂർത്തീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ്. അതേസമയം ഏതൊരു ഭക്തൻ പൂർണ്ണമായും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സംരക്ഷണത്തിൽ തുടരുന്നുവോ, പൂർണ്ണമായും ഭഗവാൻ ശ്രീകൃഷ്ണനെ ആശ്രയിക്കുന്നുവോ, അവൻ എല്ലായ്പ്പോഴും ഒരു ബ്രാഹ്മണനായി സ്ഥിതനാവുകയും ചെയ്യും. അപ്പോൾ ഇതാണ് സാക്ഷി ഗോപാല ചരിതം. ഇതിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടുന്നത് എന്ന് ശ്രീല പ്രഭുപാദർ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. അതായത് അർച്ചവിഗ്രഹം എന്ന് പറഞ്ഞാൽ അത് ഭൗതികമായ വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ഒരിക്കലും അർച്ചവിഗ്രഹത്തെ ഭൗതികമായി നമ്മൾ കാണുവാൻ പാടുള്ളതല്ല. അതെല്ലായ്പ്പോഴും ദിവ്യം തന്നെയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ അധ്യായം ഇവിടെ, 5-ാമത്തെ അധ്യായം മധ്യലീലയിലെ ഇവിടെ ഉപസംഹരിക്കപ്പെടുകയാണ്. ഇനി അടുത്തതായി നമ്മൾ 6-ാം അധ്യായം സാർവഭൗമ ഭട്ടാചാര്യരുടെ ചരിതമാണ് ഇനി വരാൻ പോകുന്നത്. ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീ ചൈതന്യ ചരിതാമൃത് കി ജയ്. ഭഗവാന്റെ മറ്റൊരു കഥയുണ്ട്, സമയമുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞു. ഭഗവാന്റെ മറ്റൊരു ഭക്തൻ എന്ന് വെച്ചാൽ അർച്ചവിഗ്രഹം സംസാരിക്കുമോ എന്നുള്ളതാണ്